ഒരു കാക്ക അതിന്റെ ജീവിതം കാട്ടിൽ സന്തോഷമായി ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു അരയന്നത്തെ കാണാനിടയാകുന്നത്. ആഹാ, എന്തു സുന്ദരമായ പക്ഷി! ഇതായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായി ജീവിക്കുന്ന പക്ഷി. ഇക്കാര്യം പറയാനായി അരയന്നത്തിനടുത്തേക്ക് എത്തിയപ്പോൾ അരയന്നം പറഞ്ഞു, ഞാനും അങ്ങനെയായിരുന്നു കരുതിയിരുന്നത് തത്തയെ കാണുന്നത് വരെ. അങ്ങനെ നമ്മുടെ കാക്ക തത്തയെ കണ്ടുപിടിച്ച് ഇതേ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ തത്ത പറഞ്ഞു, അതെ, ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് മയിലിനെ കാണുന്നത് വരെ. കാക്ക മയിലിനെയും തേടി യാത്രയായി. ഒരിക്കൽ ഒരു മൃഗശാലയുടെ മുകളിലൂടെ പറന്നപ്പോൾ മയിലിനെ കാണാനിടയായി. ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കാക്ക ഈ കാര്യങ്ങൾ മയിലിനടുത്തും അവതരിപ്പിച്ചു. അപ്പോൾ മയിൽ പറഞ്ഞു, ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. എന്റെ ഈ ഭംഗി കാരണം ഈ തടവറയിലാകുന്നത് വരെ. നീ ഇവിടെ വന്ന് നോക്കൂ, എല്ലാ പക്ഷികളും ഈ കൂടിനകത്തുണ്ട്. പക്ഷെ കാക്ക മാത്രമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു കാക്കയായി ജനിച്ചിരുന്നെങ്കിലെന്ന്. എങ്കിൽ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാളും സൗഭാഗ്യങ്ങൾ കുറവുള്ളവരും കൂടുതലുള്ളവരും ഉണ്ടാവും. പക്ഷേ ഉള്ളതുകൊണ്ട് ഏറ്റവും സംതൃപ്തമായി ജീവിക്കുവാൻ സാധിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടർ.